ബംഗളൂരു കൊച്ചി ഇന്റർസിറ്റി എക്സ്പ്രസ് ഹൊസൂരിൽ അപകടത്തിൽപ്പെടാൻ കാരണം ട്രാക്കിൽ പാറക്കല്ല് വീണതാണെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ റെയിൽവേ സുരക്ഷാ അതോറിറ്റി ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് പ്രഭു അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും റെയിൽവേ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ഹൊസൂരിനും ആനക്കലിനും ഇടയിലെ പാറവെട്ടിപ്പൊളിച്ചുണ്ടാക്കിയ ട്രാക്കിലൂടെ കടന്നു പോകുമ്പോഴായിരുന്നു അപകടം. വളവുള്ള ട്രാക്ക് ആയതിനാലും ആനത്താര ഉള്ളതിനാലും വേഗത കുറച്ചു പോകേണ്ട മേഖലയാണിത്. വലിയ പാറക്കഷണം ട്രാക്കിൽ വീണുകിടന്നതാണ് അപകട കാരണമെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു ആദ്യം ട്വീറ്റ് ചെയ്തത്. എന്നാൽ ലോക്കോ പൈലറ്റ് അപകടം സംബന്ധിച്ച് നൽകിയ റിപ്പോർട്ടിൽ പാറക്കഷണത്തെക്കുറിച്ച് പരാമർശമില്ല. ട്രാക്കിലെ തടസ്സം, അമിത വേഗത, യന്ത്രത്തകരാർ എന്നിവ സംബന്ധിച്ചാണ് പ്രാഥമിക അന്വേഷണം പുരോഗമിക്കുന്നത്. ഇക്കാര്യം റെയിൽവേ ADGP രാജീവ് പ്രതാപ് ശർമ്മ വ്യക്തമാക്കി. It could be due to over speeding on the spot. Number 2, it could be due to mechanical flaw in the railway track. Third, it could be mechanical flaw in the bogies or the engine track. These are only 3 causes of the derailment. ട്രെയിനിന്റെ മധ്യഭാഗത്തുള്ള ബോഗികളാണ് പാളം തെറ്റി അപകടത്തിൽപ്പെട്ടത്. D8 ബോഗിയിലേക്ക് D9 ബോഗി ഇടിച്ചു കയറി. അപകടത്തിന്റെ ആഴവും ആഘാതവും പരിശോധിക്കുമ്പോൾ അട്ടിമറി സാധ്യത സംബന്ധിച്ചും അന്വേഷണം നടത്തുമെന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.